സോ ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് വലിയ ആക്ടേഴ്സിന്റെ രണ്ട് വലിയ പടങ്ങൾ തമ്മിയിട്ടുള്ളൊരു ഏറ്റുമുട്ടലാണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ക്രിസ്മസിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത്. അത് മറ്റൊന്നുമല്ല സലാർ വി എസ് ഡൺകി. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുവാണെങ്കിൽ ഇത് നേരത്തെ നമ്മുടെ ബാർബിയും അത് കൂടാതെ തന്നെ ഓപ്പൺ ഹൈമറും ഇറങ്ങിയ പോലെ തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സലാറിലേക്ക് നോക്കിയാൽ സലാർ ഒരു ഹൈ ഒക്ടേൻ ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് നമുക്ക് പ്രഭാസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് അത് കൂടാതെ തന്നെ നമ്മൾ ആ കാര്യം നേരെ ഡൺകിയിലേക്ക് നോക്കിയാൽ ഡൺകി ഇതിനു മുമ്പ് ഇറങ്ങിയ ഷാറൂഖിൻ്റെ ഫിലിം പോലെയൊന്നുമല്ല. ഈ സിനിമ കുറച്ചും കൂടി ഒരു ഫാമിലി സെൻട്രിക്കും അത് കൂടാതെ തന്നെ ഒരു ലോ ബഡ്ജറ്റും പിന്നെ ഒരു കോമഡി സിനിമയായിട്ടാണ് നമുക്ക് സോ ഫാർ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സിനിമ കണ്ടതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് പടം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ രണ്ട് സിനിമയുടെയും സലാറിൻ്റെ നമുക്കൊരു ഫൈനൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡങ്കിയുടെ ലാസ്റ്റ് ആ ഒരു ഡയറി വീഡിയോ എപ്പിസോഡും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. SRK തപസിയും ഒക്കെ വെച്ച് നമുക്ക് ആ ഒരു വീഡിയോയും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ സിനിമ റിലീസ് ചെയ്യണതിന് മുമ്പ് എന്തായിരിക്കും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുവാണെങ്കിൽ എന്തൊക്കെയാണ് ഈ രണ്ട് സിനിമയും രണ്ട് രീതിയിൽ തന്നെ പ്രത്യേകതയാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ നോക്കാൻ പോണേ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങിയത്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണെങ്കിലും പ്രഭാസിന്റെ സലാർ സിനിമയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോരുത്തരെയും ഹൈപ്പ് ആക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇത് KGF യൂണിവേഴ്സിൽ സംഭവിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ആൻഡ് അത് തന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ആസ് ഒരു ഫാൻ എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഇനി പ്രഭാസ് ആസ് ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാഹുബലിക്ക് ശേഷം പുള്ളിക്കാരൻ്റെ ഇറങ്ങിയ എല്ലാ പടങ്ങളും എട്ടുകളെ പൊട്ടുന്നതല്ലാതെ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആദ്യ പുരുഷൻ വരെയും അങ്ങനെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രത്തോളം വെറുപ്പിക്കൽ ചെയ്യുന്ന ഒരു ആക്ടറിനെ ഞാൻ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മൾ സലാറിലേക്ക് വരുമ്പോഴത്തേ ആ സിനിമയ്ക്കകത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ആ ഒരു മൊത്തത്തോടെയുള്ള ആ ഒരു വൈബും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫൈനൽ ട്രെയിലറും ഒക്കെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ പടം ആകാം. അതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KGF സിനിമയുടെ അതേ റൈറ്ററായിട്ടുള്ള പ്രശാന്ത് നീൽ തന്നെയാണ് ഈ സിനിമയും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ആ ഒരു കാര്യത്തിൽ നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാനുള്ള ഒരു കാര്യം നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്, ആദിപുരുഷ് പോലെ അല്ല. സോ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു എന്താ പറയണ്ട ആ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് കൂടാതെ തന്നെ സിനിമയിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം കുറേ, അതായത് നമ്മൾ ഇതുവരെ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സെറ്റ് ഓഫ് ആക്ഷൻസ് ആയിരിക്കും ത്രൂ ഔട്ട് സിനിമയെ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് വലിയ സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇല്ലെന്നാണ് ഞാൻ ആദ്യത്തെ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫൈനൽ ട്രെയിലറും അത് കൂടാതെ റീസെൻ്റ്ലി രാജുവേട്ടൻ്റെയും പ്രശാന്ത് നീലിൻ്റെയും ഒരു ഇൻ്റർവ്യൂവിലും കൂടി കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ കഥ എന്താണെന്ന് നോക്കിയാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് രാജുവേട്ടൻ്റെ ക്യാരക്ടറും അതുകൂടാതെ തന്നെ പ്രഭാസും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു ബെസ്റ്റ് എനിമിയായി മാറിയേ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക ഒരു കോർ അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ഓഫ് ദ സ്റ്റോറി എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രശാന്ത് നമ്മളോട് ഇതിനെക്കുറിച്ച് റീസെൻ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഇൻ്റർവ്യൂവിനകത്തും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിമിന് കുറേയധികം രീതിയിലുള്ള ഇമോഷണൽ വാല്യൂസും കാര്യങ്ങളുണ്ട്. കാരണം ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇത് പാർട്ട് 1 ആണ്. സോ പാർട്ട് 1 മേ ബി ചിലപ്പോൾ നമുക്ക് ഇതാണ് ഈ ഒരു ഫാക്ടറെങ്കിൽ നമുക്ക് മിക്കവാറും ബാഹുബലിയിൽ കണ്ട പോലെ തന്നെ ഒരു ക്ലിഫ് ഹാങ്ങറും ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സോ ആ ഒരു കാര്യം ഈ ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ടീസറിലും ട്രെയിലറിലും വെച്ച് നോക്കിയാൽ എനിക്ക് സലാറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. ഈ ഒരു കാൻസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം തന്നെ നമ്മളെ കാണിച്ചിട്ടുള്ളെങ്കിലും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ കൾച്ചർ, അവിടുത്തെ ട്രൈബ്, ഓരോ കാര്യങ്ങളുടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിനകത്ത് അവർ കുറച്ചും കൂടി കൂടുതൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഇല്ലാതെ ഈ ഒരു സിനിമ അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം രാജുവേട്ടനാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹാർട്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കാം, കാരണം ഒരു 80% റോള് കൂടുതലും രാജുവേട്ടനായിരിക്കാം ഈ ഒരു പാർട്ട് 1 എനിക്ക് തോന്നുന്നു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ക്ലിഫ് ഹാങ്ങർ വെച്ചിട്ടായിരിക്കും പാർട്ട് 2 അവരെന്താണെങ്കിൽ ഈ സിനിമ കൊണ്ടുപോകാനും ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ. ഇത് ജസ്റ്റ് എൻ്റെ ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഏകദേശം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻ്റർവ്യൂസും ന്യൂസും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി അടുത്തതായി ഫൈനൽ ട്രെയിലറിനകത്ത് അവർ കാണിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം
ആക്ഷൻ. ഒബ്വിയസ്ലി ഇതൊരു മാസ് പടം തന്നെയാണ്. സോ ആക്ഷനകത്ത് ഒരു കുറവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം KGF സിനിമയിലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ പ്രത്യേകതയാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രഭാസ് ഓരോ ആക്ഷൻ സീക്വൻസിലും ഓരോ ആൾക്കാരുടെ കൈയും കാലും ഒക്കെ ചറപറ വെട്ടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് ഒരു നല്ല എന്താ പറയണ്ടത്, ആ ഒരു ബ്രൂട്ടാലിറ്റി ഭയങ്കര കിടിലനായിട്ട് തന്നെ അവർക്ക് ഓൺ സ്ക്രീനിൽ കാണിക്കാനും സാധിച്ചിട്ടുണ്ട്. ആ ഒരു സോ അതുകൊണ്ട് തന്നെ ഇതൊരു ബ്ലഡി ഹെൽ മൂവിയാകാനും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇൻ ടേംസ് ഓഫ് ആക്ഷനിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. പക്ഷെ ഓവറോൾ ഇതൊരു ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ സിനിമയാണെങ്കിലും കോറ് ഈ ഒരു രണ്ട് കൂട്ടുകാരുടെ കഥ പറയുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് നമുക്കിപ്പോൾ ഫൈനൽ ട്രെയിലറും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ അതുകൂടാതെ തന്നെ സലാർ ഒരു പാൻ ഇന്ത്യ സിനിമ തന്നെയാണ്. അതായത് മൾട്ടിപ്പിൾ ലാംഗ്വേജ് സിനിമ റിലീസും കൂടി ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ഇന്ത്യ ഈ ഒരു സിനിമയിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ഹൈപ്പും ലഭിച്ചിട്ടുണ്ട്. KGF സിനിമ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള ഒരു മൂവിയും കൂടിയായിട്ടാണ് നമുക്ക് സലാർ എന്ന പറഞ്ഞ ഫിലിം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കമ്പയർ ടു ഡൺകി ആണെങ്കിലും ഈ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വേറെ ഏതൊരു സിനിമയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിലും തന്നെ. സോ ഇനി സലാറിൽ നിന്ന് നമ്മൾ ഡൺകിയിലേക്ക് പോവുകയാണെങ്കിൽ ഡൺകിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഒറ്റൊരു വാക്ക് കിങ് ഖാൻ്റെ സിനിമയാണ് ഡൺകി. ആൻഡ് ഇതിനു മുമ്പ് ഈ വർഷത്തിൽ തന്നെ നമുക്ക് മൂന്നാമത്തെ സിനിമയാണ് ഷാറുഖിൻ്റെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം ജാനുവരിയിൽ നമുക്ക് പത്താൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം നമുക്ക് ജവാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് ഡൺകി. പക്ഷേ പത്താനും ജവാനിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഇത് രണ്ടും ഒരു ഹൈ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. മാസ് പടങ്ങളായിരുന്നു നമുക്ക് എന്താണ് ഈ രണ്ട് സിനിമയിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ലോ ബഡ്ജറ്റ് ഫിലിമാണ്. എന്നിരുന്നാൽ തന്നെ സിനിമയുടെ ഡയറക്ടർ രാജ്കുമാർ ഹിറാനി തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരനെ ഞാൻ കൂടുതലൊരു ഇൻട്രൊഡക്ഷൻ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറയുക ഇറക്കിയ സിനിമകളെല്ലാം വൺ ഹിറ്റ് തന്നെയാണ് പുള്ളിക്കാരൻ്റെ. അത് മുന്നാബായി MBBS നോക്കുവാണെങ്കിലും 3 Idiots, PK, സഞ്ജു, ഈ പറഞ്ഞ സിനിമകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയും കിഡിലനായിട്ടുള്ളൊരു ഡയറക്ടറാണ് രാജ്കുമാർ ഹിറാനി എന്നുള്ളൊരു കാര്യം തന്നെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു ഹൈപ്പ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു കാര്യവും അത് തന്നെയാണ്. ജസ്റ്റ് ഒരു ഷാറൂഖിൻ്റെ ഫിലിം എന്ന് മാത്രമല്ല, ഇത്രയും കിഡിലനായിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെ, അതായത് ഇത്രയും ബോളിവുഡിലൊരു കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെ സിനിമയും കൂടിയായിട്ടാണ് ഡൺകി സിനിമ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇത് തന്നെയാണ് ഡൺകിയുടെ ഏറ്റവും വലിയൊരു USP ആയിട്ടും എനിക്കും തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു SRK ഫാൻ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ ഡൺകിയുടെ ആദ്യത്തെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ആസ് ഒരു ഫാൻ പത്താനും ജവാനും സിനിമ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഡൺകിയുടെ ആദ്യത്തെ ട്രെയിലർ എനിക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ ട്രെയിലർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു ട്രെയിലറായിട്ടൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ രാജ്കുമാർ ഹിറാനി ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പുള്ളിക്കാരൻ കുറച്ചും കൂടി എന്താ പറയുക നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ പലപ്പോഴും സിനിമ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തൊക്കെ ഇഷ്യൂസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നമ്മൾ ടിപ്പിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ട് അവർക്ക് ഇന്ത്യയിൽ നിന്ന് മാറി പുറത്ത് പോകണം, അതിന് വേണ്ടിയിട്ടുള്ള വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. അതായത് ഇമിഗ്രൻസ് ആയിട്ട് പുറത്തേക്ക് പോകണം. ആ ഒരു സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് അവർക്ക് കൊണ്ടുവരാം, ഈ ഒരു വിസ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാം, ഇങ്ങനത്തെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് പുള്ളിക്കാരൻ ഇതിനകത്ത് പുഷ് ചെയ്ത് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പുള്ളിക്കാരൻ്റെ ബാക്കിയുള്ള പടങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൊടുക്കുന്ന ഒരു ഡയറക്ടറാണെന്നുള്ളൊരു കാര്യം തന്നെ. സോ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ നോക്കി ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു പ്ലോട്ട് ആണെങ്കിൽ തന്നെയും അതിനകത്ത് കുറച്ചും കൂടി, കാരണം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ട്രെയിലേഴ്സിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഷാറൂഖ് നമ്മുടെ കൺട്രിയുടെ പാട്രിയോട്ടിസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരു കാര്യം തന്നെ. സോ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഇന്ത്യ വിട്ട് ഏതൊരു രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മളെല്ലാവരും ഇമിഗ്രൻസ് തന്നെയാണ്. എനിക്കറിയാം, കാരണം നമ്മൾ ഒത്തിരി ആൾക്കാർ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാലും കുറച്ചും കൂടി നമുക്ക് പുറത്ത് ദുബായ് ഗൾഫ് കൺട്രീസിലൊക്കെ പോയി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ആ ഒരു ഇത് പണ്ട് മുതലേ നമ്മൾ, അതായത് ഒരു NRI എന്നുള്ളൊരു കൺസെപ്റ്റ് നേരത്തെ മുതൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളൊരു കാര്യം തന്നെയാണ്. അതായത് വിദേശത്ത് പോയി പണിയുണ്ടാക്കി കാശുണ്ടാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം. പക്ഷേ എന്നിരുന്നാൽ തന്നെ അവിടെ ചെന്നുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അവർ നമ്മളെപ്പോഴും അവരുടെ ഒരു ആൾക്കാരായിട്ട് ഒരിക്കലും അവർ നമ്മളെ കാണില്ല, അവരെപ്പോഴും നമ്മളെ ഇമിഗ്രൻസ് ആയിട്ടേ കാണുള്ളൂ. സോ മോസ്റ്റ്ലി ഈ പറയുന്ന സോഷ്യൽ ഇഷ്യൂസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഈ ഒരു സിനിമ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ്ലി കുറേ പാട്ടുകളെല്ലാം അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓ മാഹി എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഓവറോൾ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഒരു എന്താ പറയേണ്ടത്, ഈ പറയുന്ന സലാർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡങ്കി സിനിമയ്ക്കകത്ത് അത്ര ഒരു എക്സ് ഫാക്ടർ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നമുക്കറിയാം SRK കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട, രാജ്കുമാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ രണ്ടുപേരുടെ സിനിമയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇവർ ഒരുമിക്കുന്ന സിനിമയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും
ഇത് ബിഗ് ബഡ്ജറ്റ് പടം അല്ലെങ്കിലും ഒരു കിടിലം പടമായിരിക്കാം എന്നുള്ളൊരു കാര്യം തന്നെ. അതുകൂടാതെ തന്നെ രാജ്കുമാറിന്റെ സിനിമകളെ പ്രത്യേകതയാക്കുന്ന മറ്റൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീസറിലും ട്രെയിലറിലും കണ്ട സാധനമേ ആയിരിക്കില്ല നമ്മൾ തിയേറ്ററിൽ പോയി ഒറിജിനൽ സിനിമ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി ഡങ്കിയുടെ ഏതെങ്കിലും ഒരു പാട്ടാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിലർ ആകട്ടെ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ താഴെ ഒരു വാർണിംഗ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാണിച്ചിരിക്കുന്നതൊന്നും ആയിരിക്കില്ല കേട്ടോ നിങ്ങൾ തിയേറ്ററിൽ പോയുമ്പോൾ കാണാൻ പോകുന്നതെന്ന് അവരൊരു വാർണിംഗ് വരെ എഴുതി വെച്ചേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പല ഇൻ്റർവ്യൂസിനകത്താണെങ്കിലും SRK തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ എപ്പോഴും വിചാരിക്കുന്നത് ജസ്റ്റ് ടീസറും ട്രെയിലറും കാണിച്ച ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവരേണ്ട കാര്യം ഇല്ലെന്നാണ്. പക്ഷേ കാരണം പുള്ളിക്കാരൻ കുറച്ചും കൂടി ഇതൊന്നും കാണിക്കാതെ എന്താണോ ഒരു ഓഡിയൻ്റ് ആ ഒരു സിനിമ കാണാൻ ചെല്ലുന്നത് ആ ഒരു എക്സ്പീരിയൻസ് കളയാതെ ഒരു സിനിമ കാണിച്ചു കൊടുക്കണോ എന്നുള്ളൊരു പിടിവാശിയുള്ളൊരു ഡയറക്ടറായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അന്നും പറഞ്ഞ എൻ്റയർലി കഥ മാറുമെന്നല്ല ഞാൻ പറയുന്നത്, ചില സീൻസൊക്കെ വ്യത്യാസം എന്തായാലും ഉണ്ടാവുന്നതൊരു കാര്യം നമുക്ക് എന്താണെങ്കിൽ പ്രതീക്ഷിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആക്ച്വലി സലാറിലേക്കും അതുകൂടാതെ തന്നെ ഡങ്കിയിലേക്കും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഡങ്കി ഒരു പാൻ ഇന്ത്യ സിനിമയൊന്നുമല്ല, അതൊരു ചെറിയൊരു ബഡ്ജറ്റ് സിനിമയാണ്. നമ്മൾ പത്താനും ജവാനും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും വലിയ സിനിമയൊന്നുമല്ല. എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ ഏത് സിനിമയായിരിക്കും തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നത് ഈ ക്രിസ്മസിന്? സലാറാണോ അതോ ഡങ്കിയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താണ് ഈ രണ്ട് സിനിമയ്ക്കും നല്ലൊരു ആശംസകൾ തന്നെ നമുക്ക് കൊടുക്കാൻ, രണ്ട് സിനിമയും ബ്ലോക്ക് ബസ്റ്ററായി മാറട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഡങ്കി vs സലാറിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഏത് സിനിമ കാണും അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സിനിമയും പോയി കാണുമോ എന്നെ പോലെ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ സേഫ്, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.